ഇപ്പോൾ രാജു എബ്രഹാം ചേരുന്നുണ്ട്. ശ്രീ രാജു എബ്രഹാം, അവിടെ പോലീസാണ് ഇത്തരത്തിൽ വളരെ മോശമായിട്ട് ഒരു കുടുംബത്തോട് എല്ലാവരെയും ലാത്തിക്ക് അടിക്കുകയും അവർക്ക് പറയാനുള്ളത് പോലും കേൾക്കാതെ പോലീസ് വന്ന് അടിച്ചുപോയി. ജിനു എന്ന് പറഞ്ഞ SI ആണ് ഇത് ചെയ്തത്. SIയുടെ കൂടെ മറ്റു പോലീസുകാരും ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആള് മാറി എന്നുള്ള മറുപടിയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ ആള് മാറിയാണെങ്കിലും ഇങ്ങനെ അടിക്കാമോ? ഇനി അവർക്ക് പറയാനുള്ളത് പോലും കേൾക്കാൻ നിൽക്കാതെ എന്തടിയാണ് അടിച്ചത് എന്നുള്ളതാണ്. എന്ത് നടപടിയിലേക്ക് എത്ര പെട്ടെന്ന് കടക്കാനാകും? ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണ് പത്തനംതിട്ട ജംഗ്ഷനിൽ ഇന്നലെ രാത്രി 11 മണിക്ക് ഉണ്ടായത്. ഇത് സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസ് ആരംഭിച്ചിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജില്ലാ പോലീസ് സൂപ്രണ്ട് തന്നെ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അംഗീകരിക്കാൻ കഴിയാത്ത, ഇവിടെ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ അവര് സ്ത്രീകളടക്കമുള്ള ആളുകൾ, അവര് എന്തെങ്കിലും തെറ്റുകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടോ ഇല്ലയോ ഇതൊക്കെ പരിശോധിക്കാനാണ് പോലീസ്. അപ്പൊ അത് അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോകാം, അവിടെ പരിശോധിക്കാം. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അവരെ FIR ഇടാം. ഇത് റോഡിൽ വെറുതെ നിന്ന ആളുകൾ, അവരുടെ കൂടെയുള്ള ആളുകൾ ബസ് സ്റ്റാൻഡിലോട്ട് പോയി എന്ന് പറയുന്നു. അപ്പോ അങ്ങനെ റോഡ് സൈഡിൽ നിന്നിട്ടുള്ള സ്ത്രീകളടക്കമുള്ള ആളുകളെ അങ്ങനെ മർദ്ദിക്കുവാൻ ആർക്കും ലൈസൻസ് നൽകിയിട്ടില്ല. അവര് പ്രകോപനം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അവര് കാഴ്ചക്കാരായിട്ട് അവിടെ ഒപ്പം നിന്ന ആളുകളെ വെയിറ്റ് ചെയ്ത് നിന്ന ആളുകളല്ലേ. അപ്പൊ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ശ്രീ രാജു എബ്രഹാം, നേരത്തെ ആന്റണി MP ഞങ്ങളോട് പ്രതികരിച്ചിരുന്നു. അവിടെ സ്ഥിരമായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യ വിലോപം ഉണ്ടാവുന്നുണ്ട്. കാരണം മയക്കുമരുന്ന് മദ്യപാനികളുടെ എണ്ണം കൂടുന്നു. പലയിടങ്ങളിലായിട്ടും വലിയ, നേരത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നത് ഇപ്പോൾ സ്ഥിരമായിട്ട് പ്രശ്നമുണ്ടാകുന്ന അവസ്ഥയിലേക്കൊക്കെ ജില്ലയിൽ പല സ്ഥലങ്ങളിലും മാറിയിരിക്കുന്നു എന്നൊക്കെയുള്ളത്. അതിൽ യാഥാർത്ഥ്യമാണോ? അതിൽ എന്തുകൊണ്ട് പോലീസ് ഇത്തരത്തിൽ നടപടിയിലേക്ക് കടക്കുന്നു? ഇല്ലെങ്കിൽ കൃത്യമായിട്ട് ആളെ തിരിച്ചറിഞ്ഞോ ഇല്ലെങ്കിൽ അതിലൊരു കൃത്യമായ നടപടി എന്തുകൊണ്ട് പോലീസിന് എത്താൻ സാധിക്കുന്നില്ല? പത്തനംതിട്ട ജില്ലയിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ വ്യാപകമല്ല. പത്തനംതിട്ട ജില്ലയിൽ മറ്റ് സ്ഥലങ്ങളിലുള്ളതുപോലെ തന്നെ വളരെ അപൂർവമായി ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പൊതുവെ വളരെ സമാധാനപരമായി ജനങ്ങൾ ജീവിക്കുന്ന, അതുപോലെ തന്നെ നല്ല മികച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ മികച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില കുഴപ്പക്കാരുണ്ടാവാം. സംസ്ഥാന സർക്കാർ ഏറ്റവും മികച്ച പോലീസിംഗ് നടത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഈ പോലീസ് സേനയിൽ ഉണ്ടാവുന്നത് അത് ശരിയായ നടപടിയല്ല. അത് ആവർത്തിക്കാതിരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള നടപടിയിലേക്ക് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാർട്ടി പ്രവർത്തകർക്കാണ് അടി കിട്ടിയതെന്ന് തോന്നുന്നു അല്ലേ? എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ വിളിച്ചിരുന്നു, അവരുടെ ബന്ധുക്കൾ വിളിച്ചിരുന്നു. PRDSന്റെ സംസ്ഥാന സെക്രട്ടറി കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. ഈ നടപടിയിലേക്ക് പോകും. ഈ SI നേരത്തെ ഇത്തരത്തിൽ ഈ ജിനുവിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇപ്പൊ നമുക്കറിയാം പോലീസിൽ തന്നെ നിരവധി ക്രിമിനൽസ് ഉണ്ട്. ഇങ്ങനെ തോന്നിയ പോലെ അടിക്കുന്ന, ലാത്തി കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് ഒരു അടി കൊടുക്കാം എന്നൊക്കെയുള്ള പോലീസ് ഒരുപാടുണ്ട്. ആ ലിസ്റ്റിൽപ്പെട്ട ആളാണോ ജിനു? അതെ, പോലീസിംഗ് എന്ന് പറയുന്നത് ഏറ്റവും പക്വതയോടെ ഏറ്റവും കുറ്റാന്വേഷണവുമായി ജനങ്ങൾക്ക് സമാധാനം ഉറപ്പുവരുത്താൻ ബാധ്യതപ്പെട്ട സംവിധാനമാണ്. അപ്പൊ പ്രത്യേകിച്ചും കേരളത്തിലെ പോലീസിന് നൽകുന്ന നിർദ്ദേശങ്ങൾ അത്തരത്തിലുള്ളതാണ്. രാഷ്ട്രീയ എതിരാളികളെ പോലും വളരെ മാന്യമായി കാണുന്നൊരു പോലീസാണ്. അപ്പൊ അവരുടെ ഇടയിൽ അല്ല, അതാണ് ഇവിടെ ലംഘിക്കപ്പെട്ടത്. അതാണ് ഇവിടെ അങ്ങനെയല്ലെന്ന് തെളിയിക്കപ്പെട്ടത്. കാരണം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ, റോഡരികിൽ നിന്ന് മനുഷ്യരെ ലാത്തി കൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ താങ്കൾ ഈ പറഞ്ഞ കാര്യം തെറ്റിച്ചില്ലേ പോലീസ്? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണല്ലോ ജില്ലാ പോലീസ് സൂപ്രണ്ട് തന്നെ ഈ കാര്യത്തിലുള്ള ഒരു അന്വേഷണത്തിന് നേതൃത്വം നൽകാൻ രംഗത്ത് വന്നു എന്ന് പറയുമ്പോൾ ആ വിഷയത്തെ വളരെ ഗൗരവത്തോടെയാണ് കേരള പോലീസ് കാണുന്നത്, കേരള ഗവൺമെന്റും കാണുന്നത്. യെസ്, ഇതിലെത്ര സമ്മർദ്ദം, അതായത് ഒരു നടപടിയിലേക്ക് എന്തായാലും കടന്നേ സാധിക്കും. കുടുംബത്തിന്റെ പരാതിയുണ്ട്. അത് മാത്രമല്ല പോലീസ് ഈ വിഷയത്തിൽ റിപ്പോർട്ട് നൽകിയത് പോലീസിന്റെ വീഴ്ച എന്ന് തന്നെയാണ്. നടപടി എന്തുകൊണ്ട് വൈകുന്നു? എത്ര സമ്മർദ്ദം ചെലുത്താൻ സാധിക്കും? നമുക്ക് പ്രാഥമികമായ അന്വേഷണം നടത്തി മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രാഥമികമായ അന്വേഷണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു തീരുമാനം അധികം വൈകാതെ തന്നെ ഉണ്ടാവും.